എനിക്കിന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം ആൻഡ് ആക്സസറീസാണ്. ഒരു പുതിയ സാരി കേട്ടോ ഇത്. മുറിയിലെത്തിയും വെട്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെയായിരിക്കും നിറം കാണുന്നത്. അപ്പോൾ സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ട് കാണാവേ. അപ്പം ഗൈസ്, കല്യാണത്തിന് പോകാൻ വേണ്ടി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുക. മുടി കെട്ടുക. നമുക്ക് മേക്കപ്പ് മാനീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടാണ് എൻ്റെ മുടിയെല്ലാം കെട്ടുന്നത്. കെട്ടിക്കഴിഞ്ഞിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ. എന്നാലും ഇത് ഒന്നാമത്തെ കാര്യം ഇച്ചിരി സ്പ്രേ അടിച്ചേക്കാതെ പറഞ്ഞു പോയ. സെറ്റിംഗ് സ്പ്രേ അടിച്ചില്ലെങ്കിൽ മുടി യാത്ര ചെയ്യുമ്പോൾ കുറേ പറക്കുവേ. അല്ല, ഒരുപാട് മുടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പൊങ്ങി വരും. അതുകൊണ്ട് ഇച്ചിരി സ്പ്രേ അടിച്ച. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. നീ ഒന്ന് പുറകോട്ടിറക്കിയൊക്കെ ഒന്ന് കാണിച്ചേടി തന്നെ. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഇതേ വെളിയിലേക്ക് ഇറങ്ങി. വണ്ടി ഇവിടെ വരെ വരത്തുള്ളൂ. അപ്പം നമുക്ക് വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങി നിന്നാലേ വണ്ടി കിട്ടുള്ളൂ. അപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ ഓട്ടോയൊക്കെ വന്നേ. അങ്ങനെ ഓട്ടോയിൽ കയറി നമ്മൾ കല്യാണം നടക്കുന്നത് സൺസ്റ്റാർ എന്ന് പറയുന്നൊരു ഹോട്ടൽ, വലിയൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. അപ്പം അവിടേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഇതേ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടോ. ഇത് സൺസ്റ്റാർ എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. അങ്ങനെ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ പെണ്ണ് വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. അത്യാവശ്യം ക്രൗഡൊക്കെ ഉള്ളൊരു വിവാഹമായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഞാൻ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എല്ലാം കുറേ എടുത്തു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേനും നമ്മളെ അറിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ എന്നോട് കളിയാക്കുവാണ്, ഫോട്ടോയ്ക്കൊക്കെ ഒരുപാട് പോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും കെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതേ സദ്യക്ക് ഇറങ്ങി. നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹാളിലെത്തി. അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങുന്നിടത്തൊരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വരുന്നവരെ വെൽക്കം ചെയ്തുകൊണ്ട് കേട്ടോ. ഞാൻ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു കേട്ടോ അവിടെ പോയിരുന്നു ഫോട്ടോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കല്യാണ വിശേഷങ്ങളൊക്കെ. അപ്പം ഹാപ്പി മാരീഡ് ലൈഫ് അക്ഷയ് ആൻഡ് നന്ദന.